ഇപ്പം മിക്കവരും പറയുന്ന വാക്കാണ് എനിക്ക് കൂടോത്രം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ജലം എടുത്തിട്ട് ചപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജലം നോക്കിയിട്ട് ചപിക്കും. പഴയ കാലത്തൊക്കെ ഉണ്ട് ദുർവാസാവിൻ്റെ പരിപാടി അതല്ലോ. അതുമാതിരി ഇപ്പം മനുഷ്യരും ഉണ്ട്. അങ്ങനെയൊക്കെ ശാപം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണോ വന്നിരിക്കുന്നത് നോക്കിയിട്ട് ജ്യോത്സ്യം നോക്കി നല്ലൊരു ജ്യോത്സ്യം നോക്കിയാൽ പറയും ഇന്നലെ വന്നേക്കണമെന്ന് പറയും. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ മാറ്റാം. കൈവശം ഉള്ളിൽ ചടന്നൊന്നുമില്ല. നമുക്ക് അല്ലാതെയും കൈവശം വിടാൻ പറ്റും. ദൂരെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൈവശത്തിന് ചെയ്യാൻ ശത്രുദോഷം ചെയ്യാൻ പറ്റും. നമുക്ക് സമയം നല്ലതാണ് ഇതൊന്നുമില്ലെങ്കിൽ അതിന് എന്തോ ദുർമന്ത്രവാദം നമ്മളിൽ ബാധിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കത് നോക്കാം. ഇന്ന ആളാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒരിക്കലും ഒരു ജ്യോത്സ്യൻ പറയാൻ പാടില്ല. ഇന്ന വ്യക്തിയാന്ന് പറഞ്ഞാൽ വൈരാഗ്യം വരും, വഴക്ക് വരും. ആ സ്നേഹമായിരിക്കും പെട്ടെന്ന് ശത്രുതയാവുക. ഇതൊക്കെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. കുട്ടി നന്നായി പഠിക്കുകയാണ്, നല്ല മാർക്ക്, എല്ലാത്തിനും മിടുക്കനാണ്, സ്പോർട്സിലും ഒക്കെ ആണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവൻ പഠിക്കാനും പോകില്ല, അവനെ എണീക്കാനും പറ്റില്ല, മടിയാണ്, അവൻ എല്ലാവരോടും നിഷേധാത്മകമായിട്ട് പറയും. അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കും ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെയാവുന്നത്, ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഇപ്പം നമുക്ക് എളുപ്പത്തിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മാറ്റം വരും. ഇപ്പോൾ സ്വർണം വാങ്ങിച്ചു, വസ്ത്രം വാങ്ങിച്ചു, പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു, ഉടനെ തന്നെ എടുത്ത് ധരിക്കരുത്. ഇപ്പോൾ ജ്വല്ലറിയിലൊക്കെ വെച്ച് നമ്മൾ ഇട്ട് നോക്കും. പക്ഷേ വീട്ടിൽ വന്ന ശേഷം അതിനെ ഒന്നുകിൽ പാലിലോ പനിനീരിലോ കഴുകുക. ഈ സ്വർണ്ണത്തിൽ പനിനീര് കഴുകിയാലും മതി. അതിൽ ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയ ശേഷം കല്ലുപ്പൊഴിഞ്ഞ് പുറത്തേക്ക് കളയുക. കാരണം ഇത് പലരും ആഗ്രഹിച്ചതായിരിക്കും. കൂടോത്രമൊക്കെ വന്നു ഇപ്പോൾ ഏക്കാതിരിക്കാനായിട്ട് അഘോര ഏലസൊക്കെ ഇട്ട നല്ലതാണ്. ഒരു പരിധി വരെ ഏക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഭസ്മം, അഘോരമന്ത്രം ജപിച്ച ഭസ്മം, അഘോര പുഷ്പാഞ്ജലി, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. പക്കപ്പിറന്നാളിനൊക്കെ ദൃഷ്ടി മാറ്റാൻ അനവധി മാർഗങ്ങളുണ്ട്. ഈ ദൃഷ്ടിബാധ കൂടോത്രം എന്നൊക്കെ മാറ്റാനായിട്ട് സിമ്പിളായിട്ട് ധാരാളം മെത്തേഡുകളുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങൾ 3 ചൊവ്വാഴ്ചയോ 5 ചൊവ്വാഴ്ചയോ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഈ വേദി പറയാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നെഗറ്റീവ്സ് മാറും. നമസ്കാരം. ഇപ്പം മിക്കവരും പറയുന്ന വാക്കാണ് എനിക്ക് ബ്ലാക്ക് മാജിക് വന്നിട്ടുണ്ട്, എനിക്ക് കൂടോത്രം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒരുപാട് പേര് വരുന്നുണ്ട്. എനിക്കിത് അങ്ങനെയാണ്, ഞാൻ വളരെ നല്ല രീതിയിലാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഗ്രഹം തന്നെ നോക്കുമ്പോൾ സമയമൊക്കെ നല്ലത്, ദശാപഹാര ചിത്രങ്ങൾ നല്ലതാണ്. പക്ഷെ അവർക്കൊരു കരക്കേറ്റുമില്ല. എന്നാൽ അവർ സാമ്പത്തികമായിട്ട് ഉയരേണ്ട ഒരു ജാതകമാണ്. പക്ഷെ ഒന്നും ഉയരുന്നില്ല. എന്തുകൊണ്ട്? അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് ചിന്തിച്ച് കഴിയുമ്പോൾ അപ്പോൾ അവരോട് ചോദിക്കും, 3-4 ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടിയുണ്ട്, വിളക്കത്തിക്കാൻ തോന്നില്ല, അങ്ങനെ അമ്പലത്തിൽ പോകാൻ തോന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, നമുക്ക് സമയം നല്ലതാണ് ഇതൊന്നുമില്ലെങ്കിൽ അതിന് എന്തോ ദുർമന്ത്രവാദം നമ്മളിൽ ബാധിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കത് നോക്കാം. ഇന്ന ആളാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒരിക്കലും ഒരു ജ്യോത്സ്യൻ പറയാൻ പാടില്ല. ഇന്ന വ്യക്തിയാന്ന് പറഞ്ഞാൽ വൈരാഗ്യം വരും, വഴക്ക് വരും. അപ്പോൾ അതിനെ അങ്ങനെ ബാധിച്ചാൽ നമ്മളെങ്ങനെ മാറ്റും? ഇപ്പം സ്നേഹമായിരിക്കുന്ന രണ്ട് വീട്ടുകാർ ആയിക്കോട്ടെ, സ്നേഹമായിരിക്കുകയാണ്. ആ സ്നേഹമായിരിക്കും പെട്ടെന്ന് ശത്രുതയാവുക. ഇതൊക്കെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. ഈ കൂടോത്രം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇത് കൂടോത്രം ചെയ്യാനധികം പൈസ വേണ്ട, പക്ഷെ അത് മാറ്റാനായിട്ട് നല്ല തുക തന്നെ വേണ്ടി വരും. അപ്പോൾ ഈ ജനങ്ങളിങ്ങനെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കുട്ടി നന്നായി പഠിക്കുകയാണ്, നല്ല മാർക്ക്, എല്ലാത്തിനും മിടുക്കനാണ്, സ്പോർട്സിലും ഒക്കെ ആണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവൻ പഠിക്കാനും പോകില്ല, അവനെ എണീക്കാനും പറ്റില്ല, മടിയാണ്, അവൻ എല്ലാവരോടും നിഷേധാത്മകമായിട്ട് പറയും. അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കും ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെയാവുന്നത്, ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ അവൻ്റെ സമയമൊക്കെ നല്ലതാണ്, സമയത്തിന് ദോഷമൊന്നുമില്ല. സമയദോഷം എന്താണ് ഉണ്ടാവും, സമയദോഷങ്ങളൊന്നുമില്ല, എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പം നമ്മളതിനെ ചിന്തിച്ച് കഴിയുമ്പോൾ ഇന്ന കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെങ്ങനെ പരിഹാരങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മാറ്റം വരും. ഇത് ഏക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അതുപോലെ ഇത് ഈ കൂടോത്രമൊക്കെ വന്നു ഇപ്പോൾ ഏക്കാതിരിക്കാനായിട്ട് അഘോര ഏലസൊക്കെ ഇട്ട നല്ലതാണ്. ഒരു പരിധി വരെ ഏക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഭസ്മം, അഘോരമന്ത്രം ജപിച്ച ഭസ്മം, അഘോര പുഷ്പാഞ്ജലി, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. പക്കപ്പിറന്നാളിനൊക്കെ. അപ്പോൾ ഇത് കഠിനമാണെങ്കിൽ 12 ദിവസം അടുപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. അഘോരമന്ത്രം കുട്ടികൾക്കാണെങ്കിൽ ചില കുട്ടികളുണ്ട് നല്ല മിടുക്കത്തി കൊച്ചുകുട്ടികളായിരിക്കും. ചില ആൾക്കാർ വന്ന് കഴിയുമ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല, പക്ഷെ കുട്ടിയുടെ നിർത്താതെ കരച്ചു തുടങ്ങും. കരച്ചിലെന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല, എന്തൊക്കെ ചെയ്താലും മാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവരെ ഉപ്പൊഴിഞ്ഞിടും, അന്തി ഒഴിയുക എന്ന പരിപാടിയുണ്ട്. അതൊക്കെ കൊച്ചുകുട്ടികൾക്ക് ചെയ്യും. അങ്ങനെ ഒഴിഞ്ഞിടും. പിന്നെ ഗുരുതി ഒഴിഞ്ഞ് കളയുക. ഗുരുതി ഉണ്ടാക്കിയിട്ട് തിരി ഒഴിഞ്ഞ് അതിന് മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അത് ഒഴിഞ്ഞ് കളയുക.
ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചരട് ജപിച്ച് കെട്ടുക, ക്ഷേത്രങ്ങളിൽ നിന്ന് കെട്ടാം, ഇങ്ങനെയൊക്കെ ചരടൊക്കെ ജപിച്ച് കെട്ടി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം അവർക്ക് മാറ്റം വരുന്നു. അങ്ങനെയൊക്കെയാണ് എന്താണ് ദൃഷ്ടി വരിക. ദൃഷ്ടി മാറ്റാൻ അനവധി മാർഗങ്ങളുണ്ട്. ഈ ദൃഷ്ടിബാധ കൂടോത്രം ഇതൊക്കെ മാറ്റാനായിട്ട് സിമ്പിളായിട്ട് ധാരാളം മെത്തേഡുകളുണ്ട്. ഇപ്പം അതിൽപ്പെട്ട മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ആദ്യം തന്നെ നമ്മൾ പഴയ കാലത്തുള്ളതാണ് കടുകും മുളക് ഒഴിഞ്ഞിടുക എന്ന് പറയും. കടുകും മുളക് ഒഴിഞ്ഞിടാം. പിന്നെ ചിരട്ട ശനിയാഴ്ച ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുമ്പായിട്ട് നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, നമ്മൾ തേങ്ങയൊക്കെ ചിരട്ട, കണ്ണൻ ചിരട്ടയല്ല, മൂടിയിരട്ട. ആ മൂടിയിരട്ടയിൽ നെയ്യ് വരട്ടിയും അത് എല്ലാവരുടെ തലയും ഒഴിഞ്ഞ് നെയ്യ് വരട്ടി കത്തിക്കുക. കത്തിക്കുമ്പോഴൊക്കെ നമ്മൾ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ ചൊല്ലി കത്തിക്കുക. അതൊരു മെത്തേഡാണ്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആൾക്കാർ എങ്ങനെ കത്തിക്കും, ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ മെത്തേഡാണ് കറുത്ത തുണിയിൽ കല്ലുപ്പും നാരങ്ങയും തേങ്ങയും നാണയം കൂടി വെച്ച് ഒഴിഞ്ഞ് തെക്ക് കിഴക്ക് വശത്ത് ചെടിച്ചട്ടിയെ കുഴിച്ചിടുക. 1 മാസത്തേക്ക് പ്രൊട്ടക്ഷനാണ്. പിന്നെ ഭാഗം ചെയ്യാമെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള ആളുകളുടെ എണ്ണ എത്ര ഉണ്ടോ അത്രയും കൊല്ലമുളക്, അതായത് വറ്റൽമുളക്, കടുക് കുറച്ച് മതി, കുറച്ച് കടുക്, കല്ലുപ്പ്, ചുവന്ന തുണി കെട്ടി എല്ലാവരും ഒഴിഞ്ഞ് ഞായറാഴ്ച ദിവസങ്ങളിൽ തൂക്കിയിടുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ തൂക്കിയിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ കത്തിക്കാൻ സംവിധാനം ഇല്ലാത്തവർ ഇത് ചെയ്തിട്ട് കാര്യമില്ല, മറ്റേ ചെയ്യാം. ഇപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് കത്തിക്കാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എള്ളുതിരി ഉണ്ടാക്കിയിട്ട് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ നെയ്യിൽ മുക്കി കത്തിക്കുക. അപ്പോഴും ഒരു പരിധിവരെ ഈ ദോഷങ്ങൾ തീരും. പിന്നെ ഈ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ ഉപ്പൊഴിഞ്ഞ് കളയുക. ഇപ്പോൾ ഒരു പരിപാടിക്കൊക്കെ പോയി നല്ല രീതിയിലൊക്കെ വന്നു, അപ്പോൾ ആ കുട്ടിക്ക് വയ്യ, തളർച്ച, ക്ഷീണം, അസുഖങ്ങളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അസുഖമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനെന്തോ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്, ഉടനെ കല്ലുപ്പെടുത്ത് ഒഴിഞ്ഞ് കളയുക, കല്ലുപ്പിട്ട് കുളിക്കാൻ കൊടുക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ കുട്ടിയിൽ വന്നിരിക്കുന്ന നെഗറ്റീവ്സ് മാറുന്നതാണ്. പിന്നെ നമ്മളെപ്പോഴും ഒരു വസ്ത്രം വാങ്ങിച്ചു, സ്വർണം വാങ്ങിച്ചാലോ, ഇപ്പോൾ സ്വർണം വാങ്ങിച്ചു, വസ്ത്രം വാങ്ങിച്ചു, പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു, ഉടനെ തന്നെ എടുത്ത് ധരിക്കരുത്. ഇപ്പോൾ ജ്വല്ലറിയിലൊക്കെ വെച്ച് നമ്മൾ ഇട്ട് നോക്കും. പക്ഷേ വീട്ടിൽ വന്ന ശേഷം അതിനെ ഒന്നുകിൽ പാലിലോ പനിനീരിലോ കഴുകുക. ഈ സ്വർണ്ണത്തിൽ പനിനീര് കഴിയാലും മതി. അതിൽ ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയ ശേഷം കല്ലുപ്പൊഴിഞ്ഞ് പുറത്തേക്ക് കളയുക. കാരണം ഇത് പലരും ആഗ്രഹിച്ചതായിരിക്കും. ഈ ആഗ്രഹം നമ്മളിലേക്ക് ദൃഷ്ടിയായിട്ട് വരും. ഇപ്പോൾ ചിലവർ പറയില്ലേ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് വളരെ മോശം ദിവസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താ കാരണം? നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ ആ ഡ്രസ്സിനെ കുറച്ച് കല്ലുപ്പൊഴിഞ്ഞ് പുറത്തേക്ക് കളയുക. അപ്പോൾ ആ വന്നിരിക്കുന്ന നെഗറ്റീവാണ്. പിന്നെ എന്ത് സാധനം കിട്ടിയാലും ഭഗവാന് സമർപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഭഗവാൻ തരുന്നതാണ്. എപ്പോഴും നമുക്കില്ലാത്ത സംഭവമാണ് നന്ദി പറയുക, സോറി പറയുക. എന്ത് സാധനം കിട്ടിയാലും നന്ദി പറയുക. നന്ദി പറഞ്ഞ ശേഷം നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണങ്ങൾ നമുക്കുണ്ടാവും. ആ ഡ്രസ്സ് ഇട്ടാലും എല്ലാം നമുക്ക് ഗുണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അറിയാതെ നമുക്ക് തെറ്റുപറ്റിയാൽ സോറി പറയുക. രാത്രി കിടക്കുമ്പോൾ എപ്പോഴും സോറി പറയുക, നന്ദി പറയുക, വിട്ടുകൊടുക്കുക. അതായത് നമ്മൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ രാത്രി ഉറക്കത്തോടെ തീർന്നിരിക്കണം. പിറ്റേ ദിവസം പാടില്ല, വൈരാഗ്യം പാടില്ല. ഈ വൈരാഗ്യം വരുമ്പോഴാണ് ഈ ബ്ലാക്ക് മാജിക്കൊക്കെ കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ വഴക്കിനൊക്കെ പോകുമ്പോഴാണ് ബ്ലാക്ക് മാജിക്ക് കൂടുതലായിട്ട് വരുന്നത്. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ തകിടുകൾ കുഴിച്ചിടുന്ന ആൾക്കാരുണ്ട്. ആ തകിടുകൾക്ക് കുഴിച്ചിട്ടിച്ചാൽ നമുക്ക് പ്രശ്നം വരും. നമ്മുടെ കുടുംബത്തിൽ ഒരു ക്ഷുദ്രം ചെയ്യാന്ന് പറയും. ഇങ്ങനെ ഒരു കിട്ടാനൊക്കെ പ്രശ്നം വരും. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെങ്കിലും ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. പിന്നെ ബ്ലാക്ക് മാജിക് ഒരുപാടായി കഴിഞ്ഞാൽ പൃഥ്വിഗിരി ഹോമങ്ങൾ അതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ സാമ്പത്തികം ഒരുപാടാവും. പൃഥ്വിഗിരി ഹോമം, ബഗളാമുഖി, മഹാസുദർശനം. ബഗളാമുഖി പൃഥ്വിങ്കിരം ചെയ്യുന്നത് ദോഷങ്ങൾ മാറാൻ, മഹാസുദർശനം ചെയ്യുന്നത് നമുക്ക് ഐശ്വര്യം ഇടാൻ. എന്നിട്ട് ശൈവ വൈഷ്ണവ ശക്തിയായിട്ട് വായിച്ചു ചാടലൊക്കെ ചെയ്ത് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ചൊവ്വാഴ്ച ദിവസങ്ങൾ 3 ചൊവ്വാഴ്ചയോ 5 ചൊവ്വാഴ്ചയോ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങയും ഒരു നാണയം കൂടി മഞ്ഞപ്പട്ടിൽ കെട്ടി, മഞ്ഞ തുണിയിൽ കെട്ടി നന്നായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഒഴിഞ്ഞ് പുഴയിൽ കളയുക. ഒരു തേങ്ങ മതി ഒരു വീട്ടിലേക്ക്. അതിങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നാരങ്ങ മുറിച്ച് ഒന്നിൽ കുങ്കുമം ഒന്നിൽ മഞ്ഞളും തേച്ച് മുൻവശത്ത് വയ്ക്കുക. പിന്നെ അമാവാസി വരുമ്പോഴും നമ്മൾ നെഗറ്റീവ്സ് കളയാവുന്ന ദിവസം അമാവാസി ദിവസങ്ങൾ വരുമ്പോൾ എല്ലാ മുറികളിലും അമാവാസി ഉള്ള രാത്രിയിൽ ചെരാതിൽ കുറച്ച് കല്ലുപ്പ് വെച്ച് എല്ലാ റൂം ഇൻക്ലൂഡിങ് ബാത്റൂം. പക്ഷേ നമ്മൾ പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്തത് ബക്കറ്റിലിട്ട് കിച്ചൺ സിങ്കിൽ ഒഴിച്ച് കളയാം.
അങ്ങനെ വരുമ്പോൾ ആ വീട്ടിലെ നെഗറ്റീവ് മാറും. പിന്നെ എല്ലാവരും ഉപ്പൊഴിഞ്ഞ് വെള്ളത്തിലേക്കിട്ട് കളയാം. ഇങ്ങനെ പല പല മെത്തേഡിൽ നമുക്ക് ഈ നെഗറ്റീവിനെ മാറ്റാൻ പറ്റും. നമ്മളുടെ കയ്യിൽ ഒതുങ്ങാത്തതാണ് നമ്മൾ കൂടുതൽ അത് ചെയ്യേണ്ടത്. പല രീതിയിലും ചെയ്യുന്നവരുണ്ട്. ഇപ്പം ചിലർ പറയും മുസ്ലിം ആഭിചാരം വന്നു പറയും. അങ്ങനെ ഒരു ആഭിചാരമുണ്ട്. അത് കടുത്ത ആഭിചാരമാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പൃഥ്വിഗിരി ഹോമം ചെയ്താൽ ഒഴിഞ്ഞു മാറ്റി വരും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഈ വേദി പറയാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നെഗറ്റീവ്സ് മാറും. ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ദർശനം നടത്തിയാൽ തന്നെ ഈ വക ദോഷങ്ങൾ നമ്മളെ ഏൽക്കില്ല. ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നവർക്ക് നെഗറ്റീവ് ഒന്നും വരില്ല. കാരണം അത്രത്തോളം പവർഫുള്ളാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ശത്രുദോഷമൊക്കെ വന്നു, നമുക്ക് ധനത്തിനും ബുദ്ധിമുട്ട്, എല്ലാം ബുദ്ധിമുട്ട്, തുടർന്നൊക്കെ ബുദ്ധിമുട്ടാണ് വന്നാൽ കുരുമുളക് എടുത്തിട്ട് 108 കുരുമുളക് എടുത്ത് ദേവി മഹാത്മ്യത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമുണ്ട്. ശൂലേന പാഹിനോ ദേവി ഖഡ്ഗേന ജാമി. ആ 2 വരി 108 പ്രാവശ്യം ജപിച്ച് ഒരു പാത്രമിട്ട് വയ്ക്കാം. 21 ദിവസം അതേപോലെ തുടർന്നിട്ട് വയ്ക്കാം. ആ കുരുമുളക് ഒരു ചുവന്ന കരി കെട്ടി 22-ാമത്തെ ദിവസം 21 ദിവസം ആഫ്റ്റർ 21 ഡേയ്സ് ഇത് കൊണ്ടുപോയി ഭദ്രകാളി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കാം. ഇവിടെ കൊടുങ്ങല്ലൂർ, മറ്റേ തെക്കോട്ടേക്കാണ് മലയാളപ്പുഴ, അങ്ങനെ ഏതാണോ, കോഴിക്കോട് ഭാഗത്താണെങ്കിൽ ഇപ്പോൾ ശാരിക, അങ്ങനെ ഏതാണോ വലിയ മഹാക്ഷേത്രങ്ങൾ, മഹാദേവി ഭദ്രകാളി ക്ഷേത്രം, അവിടെ കൊണ്ട് സമർപ്പിക്കാം. അപ്പോൾ സമർപ്പിച്ച് രക്തപുഷ്പാഞ്ജലി കഴിച്ച് കടുംപായസവും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ഈ ദോഷങ്ങളൊക്കെ മാറിപ്പോകും. ഇങ്ങനെ ദോഷങ്ങളൊക്കെ ധാരാളം ദോഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ജലം എടുത്തിട്ട് ശപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജലം നോക്കിയിട്ട് ശപിക്കും. പഴയ കാലത്തൊക്കെ ഉണ്ട് ദുർവാസാവിൻ്റെ പരിപാടി അതല്ലോ, അതുമാതിരി ഇപ്പോൾ മനുഷ്യരും ഉണ്ട്. ആ ജലം കയ്യിലെടുത്തിട്ട് മണ്ണെടുത്തിട്ടൊക്കെ ശപിക്കും. അങ്ങനെയൊക്കെ ശാപം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണോ വന്നിരിക്കുന്നത് നോക്കിയിട്ട് ജ്യോത്സ്യം നോക്കി, നല്ലൊരു ജ്യോത്സ്യം നോക്കിയാൽ പറയും ഇന്നലെ വന്നേക്കണമെന്ന് പറയും. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ മാറ്റാം. പിന്നെ കൈവിഷദോഷം വരികയാണെന്ന് ചിലർക്ക് കൈവിഷം ഉള്ളിൽ ചടന്നൊന്നുമില്ല, നമുക്ക് അല്ലാതെയും കൈവിഷം വിടാൻ പറ്റും. ദൂരെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൈവിഷത്തിന് ചെയ്യാനും ശത്രുദോഷം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തിരുവിഴ പോലത്തെ ക്ഷേത്രങ്ങളിൽ പോയി ഛർദ്ദിപ്പിക്കുകയോ അല്ലെങ്കിൽ തങ്കഭസ്മം നാരങ്ങാതേരി ചേർത്ത് അതിന് പ്രത്യേക മന്ത്രങ്ങളൊക്കെ ജപിച്ച് കഴിക്കുകയൊക്കെ ചെയ്താൽ ഇതും മാറും. പിന്നെ കൈവിഷദോഷ പരിഹാര ഗുളികയുണ്ട്. അത് വാങ്ങിച്ച് നീലത്രയാക്ഷരി ചൊല്ലി പൂജിച്ച ശേഷം കഴിച്ചാലും ഈ ദോഷങ്ങൾ, കൈവിഷദോഷമൊക്കെ മാറിപ്പോകുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ നെഗറ്റീവ് എനർജി മാറ്റാനുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശത്ത് കറുക നട്ടുപിടിപ്പിക്കുക. ഒരു പരിധി വരെ ഇതൊന്നും വരില്ല. കറുക ചെടി നട്ടുപിടിപ്പിച്ചാൽ ഈ ദോഷങ്ങൾ കുറേ ദോഷങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ നമ്മുടെ വീട്ടിലെ ദോഷങ്ങൾക്ക് നമുക്കൊരു പരിഹാരമായി മാറുന്നതാണ്. ഭൂമി സംബന്ധമായിട്ട് ദോഷം വന്നെങ്കിൽ രാവിലെ കുറച്ച് ജലമെടുത്തിട്ട് നമ്മൾ വരാഹസ്വാമിയുടെ ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം ജപിച്ചിട്ട് വീട്ടിൽ മുൻവശത്ത് തളിക്കുക. അപ്പോൾ ഭൂമി സംബന്ധമായ ദോഷം, ഭൂമിയിലെ വല്ലതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മാറും. പിന്നെ ഏറ്റവും നല്ല മെത്തേഡാണ് ഉപ്പും കല്ലുപ്പും മഞ്ഞപ്പൊടിയും കലക്കി ദിവസവും വീട്ടിൽ ചുറ്റും തളിക്കുക. പണ്ട് ചാണകം തളിച്ചത്, ചാണകം തളിക്കുന്നത് നല്ലതാണ്. ഇപ്പം ചാണകം കിട്ടാനില്ല, അപ്പോൾ ചുറ്റും തളിച്ച് കഴിഞ്ഞാൽ ഈ വക നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെഗറ്റീവ് എനർജി മാറ്റാനുള്ള മാർഗം.